കുഞ്ഞുണ്ണി, അപ്പോൾ നാളെ രാവിലെ അതങ്ങ് ഉറപ്പിച്ചു. ഇന്ന് വെള്ളി, നാളെ ശനി. രാവിലെ 4 മണിക്കാണ്. ഒരു 3-3:30 ആകുമ്പോൾ നിന്നെ വിളിക്കാൻ വരും. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി നേരം നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ. എന്തെങ്കിലും ഒന്ന് പറയടാ മോനെ. ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അവസാനത്തെ ആഗ്രഹം ചോദിക്കുക എന്നൊക്കെ. നിനക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? നല്ലത് എന്തെങ്കിലും കഴിക്കണമെന്നോ മറ്റോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ തൂക്കുകാരന് മുമ്പിൽ എന്താഗ്രഹിച്ചു? എനിക്കെന്തോ നല്ല ദാഹം. ഈ പെരുമഴയത്തും വല്ലാത്ത ദാഹം. വെള്ളമുണ്ടോ? ഉണ്ട്. എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ? കളിയരങ്ങിലെ പോലെ ഒന്ന് ആടണം. വേഷം കീചകവധത്തിലെ കീചകൻ, ശൃംഗാരം വഴിഞ്ഞൊഴുകുന്ന കീചകൻ. ഈ ജയില് മുഴുവൻ ഒരു കളിപ്പന്തൽ. ചെണ്ടയും മദ്ദളവും പാട്ടുകാരും ഒക്കെ വേണം. ദാ അവിടെ വേണം തിരശ്ശീല പിടിക്കാൻ. കാണികളായി ജയിലിലുള്ളവരൊക്കെ വേണം. ഒന്ന് നിറഞ്ഞാടണം. എന്റെ അവസാന ആഗ്രഹം അതാ. നീ എന്തൊക്കെ പറയുന്നത്? അതൊന്നും ഇവിടെ പറ്റില്ല. വല്ല മത്സ്യവും മാംസവും കൂട്ടി ഊണ് കഴിക്കുക, പിന്നെ വിശദമായിട്ട് 4 കൂട്ടി ഒന്ന് മുറുക്കുക, ഇതൊക്കെ ഇവിടെ പതിവ്. അല്ലാതെ ഇതിപ്പോ മരിക്കണേന് മുമ്പ് എനിക്ക് ഒന്നുകൂടി കലാശം ചവിട്ടണം. അതിന് പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട. വെള്ളം പറ്റും ഒന്നും. കുഞ്ഞിനെ നീ എന്നെ കഷ്ടത്തിലാക്കല്ലേ. എന്റെ അവസാന ആഗ്രഹം നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ? അവസാന ആഗ്രഹമെങ്കിലും ഞാനൊന്നും നോക്കട്ടെ കുഞ്ഞുണ്ണേ. ഇനിയിപ്പോ നിന്നെന്തൊക്കെ പറയാനാവോ? പറശ്ശിനിക്കടവ് മുത്തപ്പ, ജയില് നീ ഏറ്റെടുത്തേ പറ്റൂ. ആ വാദ്യക്കാരൻ ഞാൻ നിശ്ചയിക്കും. ചുട്ടിക്കാരൻ ഞാനിതെന്തെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. കേശഭാരത്ന്ന് വണ്ടോട് അടർന്നിട്ടുണ്ടോ എന്ന് നല്ലോണം നോക്കണം. നല്ല കിരീടായിരിക്കണം. ജീവനെ അടരുമ്പോ എന്ത് വണ്ടോട്, എന്തടർന്നാലെന്താ? എത്ര നേരമായി ഞാൻ ഈ കാല് പിടിച്ച് പറയുന്നു. ഒന്ന് കണ്ടാ മതി. ഒരു കാര്യം പറഞ്ഞ ഉടനെ ഞാൻ പോയിക്കോളാം. കടന്നു പൊക്കോളൂ. ഇത് ജയില, നിങ്ങളുടെ വീടല്ല. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ അടിയൻ എങ്ങനെ തിരിച്ചു? കടന്നു പോന്നു പറഞ്ഞു മനസ്സിലാവില്ലേ? ഇത് വലിയ ശല്യമല്ലോ. വെറുതെ മഴയത്തും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് കടന്നോ. എൻ്റെ ഒരു ദുര്യോഗേ, ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് വേണമായിരുന്ന ഇത്. ദേവരെ കൈ ഉറച്ചിട്ടാണെങ്കിൽ വയ്യല്ലോ. എന്താ കുഞ്ഞുണ്ണിയെ ഇത്? നിനക്കെന്താ വിവരമില്ലേ? ഈ സമയത്ത് കരഞ്ഞ മനയോല അടരൂന്ന് അറിയില്ലേ നിനക്ക്? എത്ര കളി കളിച്ചതാ. ശിവരാമ, നിനക്കറിയില്ലേ
നിന്റെ മുമ്പിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നത് ഒരു വേഷക്കാരൻ മാത്രമല്ല. എനിക്കറിയാടോ, എൻ്റെ കൈ നിന്റെ മുഖത്തൊന്ന് പാളിപ്പോണമെന്ന് നീ അറിയുന്നില്ലേ കുഞ്ഞുണ്ണിയെ? എന്റെ ശിവരാമ, എനിക്കിന്ന് ചുട്ടി ശരിയാവുമെന്ന് തോന്നണില്ല. ഒട്ടും ഉറക്കില്ല. പ്രാണൻ ദേഹത്തോട് പതുക്കെ പതുക്കെ യാത്ര പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഓരോരോ ഞരമ്പുകളോട് പതുക്കെ പതുക്കെ ഇങ്ങനെ അയ്യാൻ പറഞ്ഞ് നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കുഞ്ഞുണ്ണിയെ. നീ എന്നെയും കരയിക്കുമല്ലോ. എൻ്റെ മുഖം നല്ല മിനുസുണ്ടോ ശിവരാമ? രാവിലെ വാർഡൻ സാറ് ഒരു അമ്പട്ടിനെ കൊണ്ടുവന്ന് എൻ്റെ താടിയൊക്കെ വടിച്ചിറക്കി. അപ്പം അയാൾ പറയാ എൻ്റെ മുഖം നല്ല മിനുസാന്ന്. നിനക്കറിയാലോ ശിവരാമ, ശരിയാ അയാൾ പറഞ്ഞത്. ആ, താടി വടിച്ച് നീക്കിയത് നന്നായി. മനയോല പിടിക്കണ്ടേ ഇല്ലേ? അല്ലെങ്കിലും കുഞ്ഞുണ്ണിയെ, അത് പതിവുള്ളതല്ലേ. എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ക്ഷൗരം പതിവുള്ളതല്ലേ. ഒന്നും പറയണ്ട ശിവരാമ, നിങ്ങൾ അതെങ്ങനെയെങ്കിലും ഒന്ന് വേഗം ചെയ്ത് തീർക്കാൻ നോക്ക്. നാളത്തെ പ്രഭാതം എനിക്കില്ലല്ലോ കുമാര. അടരും മുമ്പേ പഴുത്തിലെ മരത്തോട് എന്തൊക്കെയോ പറയൂ അത്രേ. അതുപോലെ ഞാൻ ഇത്തിരി നേരം ഈ ശിവരാമനോട് എന്തെങ്കിലും പിറുപിറുക്കട്ടെ. നിനക്ക് മുഷിയോ ശിവരാമ? നീ എന്നെ കഷ്ടത്തിലാക്കരുത്. ജീവിച്ച് കൊതി തീർന്നല്ലടോ. ജീവിതത്തെ കെട്ടിപ്പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ചുംബിച്ച് മതിയായില്ല. നീ ഒന്ന് കിടക്ക്, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ. എനിക്കിത് കാണാൻ വയ്യല്ലോ തേവരെ. നീ എന്നെ ഒരുക്കണത് ആരായിട്ടാന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ശൃംഗാര കീചകൻ. കുഞ്ഞുണ്ണിയെ കുഞ്ഞുണ്ണിയെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ ഇത്? അടുത്ത ഉത്രാളിക്കാവ് പൂരത്തിന് ഞാൻ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ മനസ്സിലുണ്ടെല്ലാം. എന്റെ മനസ്സും കൊണ്ടല്ലേ ഞാൻ പോവാ അല്ലേ വാടൻ സാറേ? കുഞ്ഞുണ്ണി, നീ ഇതൊന്ന് ആടി തീർക്കുന്നുണ്ടോ? എനിക്കിതൊന്നും കാണാൻ വയ്യ. എനിക്കിതൊന്നും കാണാനുള്ള കഴിവില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണേ മുത്തപ്പ. യഥാർത്ഥത്തിൽ ഞാൻ ആരാ? ഒരു ബാഹുക ജന്മം. ശിവരാമ വിടാ. കുമാര, നാം അങ്ങയുടെ കൈകൊണ്ട അവസാന കേശന്മാർ ഞാൻ അണിയ. അയ്യ അയ്യ, എനിക്കതിനാവില്ല. ഈ ജയിലിലെ ഏതെങ്കിലും ഒരു മുറി നിനക്ക് ആടാനാ ഞാൻ തുറന്നു വയ്ക്കാം. അല്ലാതെ മറ്റൊന്നും എനിക്ക് വയ്യ.
പേരുടെ കണ്ണുവെട്ടിച്ച. ഒരു ചുട്ടിക്കാരനായതിൽ ആദ്യമായിട്ട് ഞാൻ എന്നെ ശപിക്കുക. ഒന്നും വേണ്ടിയിരുന്നില്ല. എന്തിനായിരുന്നു ഈ ശാപം എൻ്റെ തലയെ വെച്ച് തന്നത്? എൻ്റെ ചങ്ങാതിയുടെ മുഖത്തെ അവസാനത്തെ ചുട്ടിയും തേപ്പും എൻ്റെ കൈ കൊണ്ട് ഹരിണാക്ഷി ജന മൗ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി നിർത്ത്, മതി, നിർത്ത്. കുഞ്ഞുണ്ണി, നിർത്ത്, കുഞ്ഞുണ്ണി. നിന്നൂടെ കുഞ്ഞുണ്ണി, ഒന്ന് നിർത്ത്. ഒന്ന് പറയണോ? തരുണി നിന്നുടയ സഞ്ചാര ദൂന കുഞ്ഞുണ്ണി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനാ പറയുന്നത്. ഒന്ന് പറയണേ. കളിച്ച് തീർപ്പ് സമയം. കളിച്ചു തീർക്കട്ടെ. കുഞ്ഞുണ്ണി, എന്താ ഇത്? ശിവരാമ, ഞാൻ കാണുന്നില്ലേ? നിന്നോട
സഞ്ചാര ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും. അവനെ കൊണ്ടുപോകല്ലേ മോനെ? പിന്നെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാകും. എന്താ ഇപ്പൊ ഇത്? വാ. കൊണ്ടുപോകല്ലേ മോനെ? യമനെ, അവനെ കൊണ്ടുപോകല്ലേ? വാ, വാ. കൊണ്ടുപോകല്ലേ? ആ, കുഞ്ഞുണ്ണി, എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കല്ലേ? വാ. കൊണ്ടുപോകല്ലേ എന്ന് പറ. ആ പാവത്തിനെ കൊണ്ടുപോകല്ലേ യമനെ? മതി കളിച്ചത്. വാ. അവനെ കൊണ്ടുപോകല്ലേ? വരാനാ പറഞ്ഞത്. വാ. അയ്യോ. പിടിക്ക്. വാ. മതി. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. വാ. ഏയ്, എടാ, എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞാലേ കാണാൻ പറ്റില്ലെന്ന്. അതിനൊക്കെ മുകളിൽ നിന്ന് ഓർഡർ വേണം. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ. കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിച്ചാലേ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു കാര്യം പറഞ്ഞിട്ട് അടിയൻ പോയിക്കോളാം. ഒന്ന് കടത്തി വിടും. ഹേവാനെ, ഹേവാനെ, അടിയനെ ഒന്ന് സഹായിക്കണം. അടിയനകത്തൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. അതിനെയും വൈകിയ വലിയ അപരാധവും. ഒന്ന് സഹായിക്കണം. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? അടിയൻ അടിയൻ കുറച്ച് ദൂരെ നിന്നാണ്. അകത്തുള്ള ഹേമാനെ കാണണം. ഉള്ളിൽ കിടക്കണ ആളെയും കാണണം. ഒരു സത്യം ബോധിപ്പിക്കണം. എന്ത് സത്യം? കൊലക്കയറെ കാത്തു കിടക്കണ കുഞ്ഞണി പറഞ്ഞ ഒരാളുണ്ട് ഉള്ളില്. അവളോട് പറയാനുള്ളതാ. അയാളോട് അടിയന് ഇഷ്ടായിരുന്നു. ഇഷ്ടക്കൂടുതൽ വന്നപ്പോ അടിയനരുന്ന് അവള് പറഞ്ഞു, കുഞ്ഞിനെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ആരുടെ കൊണ്ട് അടിയൻ കാശെടുത്ത് പറയിപ്പിച്ചതാ. ആരാണ് ഗർഭിണിയൊന്നായിരുന്നില്ല. എല്ലാം അടിയന്റെ തെറ്റാണ്. അടിയന്റെ തെറ്റാണ്. അപ്പോ നിങ്ങൾ വേലക്കാരിയായിരുന്നു. അമ്മയുടെ ഉമ്മാൻ ദർശനത്തിന് കുഞ്ഞിനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞപ്പോ അടിയന് സഹിക്കാനായില്ല. ഇതൊന്നും കുഞ്ഞുണ്ണി അറിയിക്കണം. അകത്തുള്ള ഏമാനെ അറിയിക്കണം. ചിലപ്പോ ശിക്ഷയില് വല്ല ഇളവ് കിട്ടിയാലോ? അയ്യോ, സമയം വൈകിയല്ലോ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? സത്യാണ് ഏമാനെ. ഇത് നേരിട്ട് വന്ന് പറയാനാണ് അടിയങ്ങടെ വന്നത്. എന്നാ വേഗം വരൂ. വാ. വാ മോനെ. വാ. 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 നടക്ക്. നടക്ക്. വാ. വാ. കയറ്. കയറ്. കയറണം മോനെ. കയറ്. ചെല്ല്. இந்த நிலைமையிலயா தூக்கில போட போறீங்க? இப்படி பாக்குறது முதல் தடவை. அதை கலத்தி போடுங்க சார். വേണ്ട. മരിക്കുന്നതിന് മുമ്പ് അധികം ഉപദ്രവിക്കണ്ട. കുറച്ച് നിമിഷം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞില്ലേ? ആ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. ഒന്നും അഴിച്ചു മാറ്റണ്ട. വേണ്ട. കുഞ്ഞുണ്ണി, ഡാ, ഇതിപ്പോ എങ്ങനെയാ കഥകളിക്കോപ്പൊക്കെ വെച്ച ഒരാളെ തൂക്കിക്കൊല്ലുക? ആ, കൊല നടത്തിയതിന് ശേഷം കിരീടവും മേക്കോപ്പും ഒക്കെ ഊരി മാറ്റുമായിരിക്കും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? വേറൊരു മാർഗമില്ലട മോൻ. ഇന്നലെ വെള്ളി, ഇന്ന് ശനി, നാളെ ഞായറല്ലേ? കുഞ്ഞുണ്ണി, മോനെ. നിക്ക്. നിക്ക്. വേറെ ഒരു മാർഗമില്ലടാ മോനെ. വെട്ടിക്കോ. വെട്ടു.
അച്ഛനെ ഉമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്തിന് റിപ്പോർട്ട് ഉടനെ തരാം സാർ. ഒരു 10-15 മിനിറ്റ്. Mm-hmm.